ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 22ാമത്തെ ദശകം നോക്കാം. അജാമിളോപാഖ്യാനം. ഒന്നാമത്തെ ശ്ലോകം. അജാമിളോ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദകുലാം. പദം കുറിച്ച് പറയാം. അജാമിളഃ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോഹ ഗിര കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. ഹേ വിഭോ, പുരാ ഗുരുവായൂരപ്പ, പണ്ട് ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ, ഗൃഹസ്ഥനും ധർമ്മമാർഗത്തിലൂടെ ചരിക്കുന്നവനും ധാർമ്മികനും ആയ അജാമിളഃ നാമ മഹീസുരഃ, അജാമിളൻ എന്ന പേരുള്ളവനുമായ ബ്രാഹ്മണൻ, ഗുരോഹോ ഗിര കാനനം ഏത്യ, ഗുരുവിൻ്റെ വാക്ക്, ഇവിടെ അച്ഛനാണ് ഗുരു, അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് കാനനം ഏത്യ, വനത്തിൽ എത്തിയിട്ട്, സുദൃഷ്ടശീലാം മദാകുലാം കുലടാം ദൃഷ്ടവാൻ, സുദൃഷ്ടമായ സ്വഭാവത്തോടു കൂടിയ അന്യന്മാരെ തൻ്റെ വിലാസങ്ങളെ കൊണ്ടും നോട്ടം കൊണ്ടും ഭ്രൂചലനങ്ങളെ കൊണ്ടും ഒക്കെ മോഹിപ്പിക്കുന്ന മദാകുലാം, മതം കൊണ്ട് മതിമറന്ന ഒരു സ്ത്രീ, കുലട. കുലാൻ അടതി ഇതി, കുലട അനേകം കുലങ്ങളെ ആശ്രയിക്കുന്നവൾ എന്ന് പറയുമ്പോൾ സദാചാരബോധമില്ലാത്ത അങ്ങനെ ഒരു സ്ത്രീയെ അജാമിളൻ കണ്ടു. അപ്പോൾ ഗുരുവായൂരപ്പ ഒരിക്കൽ ഗൃഹാശ്രമിയും നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും അജാമിളൻ എന്ന് പേരുള്ള നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനുമായ അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ അച്ഛൻ്റെ വാക്ക് കേട്ട് ദർഭ, ചമത എന്നിവ ശേഖരിക്കാനായിട്ട് വനത്തിലേക്ക് എത്തിയ സമയത്ത് കുലടയായ ഒരു സ്ത്രീയെ അവിടെ കാണുവാനിടയായി. ഇനി രണ്ടാമത്തെ ശ്ലോകം. സ്വതഃ പ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനഃ ദധൗ ഭവന്നാമയുധേ സുതേരതിം. പദമുറിച്ച് പറയാം. സ്വതഃ പ്രശാന്തഃ അഭി തദാഹൃദാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനഃ ദധൗ ഭവന്നാമയുധേ സുതേ രതിം. സ്വതഃ പ്രശാന്തഃ അഭി, സ്വതവേ പ്രശാന്തനാണെങ്കിലും ആഹൃദാശയ അവളാൽ, ആ സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ട് സ്വധർമ്മം ഉത്സൃജ്യ, സ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് തയാ സമാരമൻ, അവളോടുകൂടി രമിച്ചു. അങ്ങനെ അധർമ്മകാരി, അധർമ്മം ചെയ്യുന്നവനായിട്ട് ദശമീഭവൻ, അതിൽ 10 പുത്രന്മാരുണ്ടായി. ഇവിടെ ദശമീഭവൻ എന്ന് പറയുമ്പോൾ വാർദ്ധക്യം ബാധിച്ചപ്പോൾ എന്നും അർത്ഥമുണ്ട്. പുനഃ പിന്നീട്, ഭവത് നാമയുധേ സുതേ, അങ്ങയുടെ പേരിട്ടിരിക്കുന്ന പുത്രനിലെ രതിം ദധൗ, താൽപ്പര്യം ഉണ്ടായി.
സ്വതവേ ശാന്തശീലനാണെങ്കിലും നിർഭാഗ്യവശാൽ വനത്തിൽ കണ്ടുമുട്ടിയ ആ കുലടയിൽ ആകൃഷ്ടനായ അജാമിളൻ സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറിയിട്ട് സ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ആ സ്ത്രീയോടുകൂടി രമിച്ചു. അങ്ങനെ ധർമ്മമാർഗത്തിൽ കൂടെ മാത്രം ജീവിച്ചിരുന്ന അജാമിളൻ അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്ത്രീയിലെ 10 പുത്രന്മാരെ ജനിച്ചു. ഭാഗ്യം കൊണ്ട് ആ 10 പുത്രന്മാരിൽ നാരായണൻ എന്ന് പേരിട്ടിരിക്കുന്ന പുത്രനോട് അജാമിളന് ഏറെ താല്പര്യമുണ്ടായി. ഇനി 3-ാമത്തെ ശ്ലോകം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക് തുസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. പദം മുറിച്ച് പറയാം. സ മൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ ഭിയാ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാ മനാക് ത്വത് സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. സ മൃത്യുകാലേ ആ അജാമിളൻ മരണസമയത്ത് ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ ഭയങ്കരാകൃതികളായ യമദൂതന്മാരായ 3 പേരെ അഭിലക്ഷയൻ കണ്ടിട്ട് ഭിയ ഭയന്ന് പുരാ പണ്ട് മനാക് കുറച്ച് ത്വത് സ്മൃതിവാസനാബലാത് ഭഗവത് സ്മരണയിൽ നിന്നുണ്ടായ വാസനാബലം കൊണ്ട് എന്ന് പറയുമ്പോൾ പൂർവജന്മകൃത പുണ്യം കൊണ്ട് നാരായണ നാമകം സുതം നാരായണൻ എന്നു പേരുള്ള പുത്രനെ ജുഹാവ പേരെടുത്ത് വിളിച്ചു. അജാമിളൻ്റെ മരണസമയം അടുത്തപ്പോൾ യമരാജകിങ്കരന്മാരും ഭയങ്കര സ്വരൂപത്തോടു കൂടിയവരുമായ 3 പേരെ മുന്നിൽ കണ്ടിട്ട് അങ്ങനെ ആ ഭയന്ന സമയത്ത് ഏറ്റവും പ്രിയമുള്ളവനായതുകൊണ്ട് സദാസമയവും ആ പുത്രനെ തന്നെ നാരായണ നാരായണ എന്ന് വിളിച്ച് അതൊരു ശീലമായതുകൊണ്ടും ആ പുത്രനെ തന്നെ നാരായണ എന്ന് പേരെടുത്ത് വിളിച്ചു. മരണസമയത്ത് നാരായണൻ എന്ന ആ പുത്രനെ തന്നെ പേരെടുത്ത് വിളിക്കാൻ തോന്നിയത് ജന്മസുഹൃതം കൊണ്ട് എന്നല്ലാതെ എന്തു പറയാൻ. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയനാമാക്ഷര മാത്രവൈഭവാത് പുരോഭിഭേദുർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. പദം മുറിച്ച് പറയാം. ദുരാശയസ്യ അഭി തത് ആസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരഃ അഭിഭേദുഃ ഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാ മനോരമാഃ. ദുരാശയസ്യ അഭി ദുർബുദ്ധിയാണെങ്കിലും പുരഃ മുൻപിൽ തത് ആസ്യ നിർഗത ത്വദീയ നാമാക്ഷര വൈഭവാത് അജാമിളൻ്റെ മുഖത്തു നിന്നും പുറപ്പെട്ട അവിടുത്തെ തിരുനാമത്തിൻ്റെ നാരായണനാമത്തിൻ്റെ വൈഭവം കൊണ്ട് ചതുർഭുജാഹ പീതപടാഹ മനോരമാഹ 4 തൃക്കൈകളും പീതപടാഹ മഞ്ഞപ്പട്ടും മനസ്സിനെ രമിപ്പിക്കുന്ന മനോഹരമായ ആകൃതിയോടുകൂടിയ ഭവദീയ പാർഷദ അങ്ങയുടെ പാർഷദന്മാരെ ദൂതന്മാരെ അഭിഭേദുഹു പെട്ടെന്ന് തന്നെ അവിടെ ആവിർഭവിച്ചു. അപ്പോൾ ദുർബുദ്ധി ആണെങ്കിലും വിളിച്ചത് സാക്ഷാൽ ജഗദീശ്വരനെയല്ല സ്വന്തം പുത്രനെ ആണെങ്കിലും ബ്രാഹ്മണൻ്റെ വായിൽ നിന്നും പുറത്തു വന്ന നാരായണ എന്ന നാമാക്ഷരങ്ങളുടെ മഹാത്മ്യം കൊണ്ട് മഞ്ഞപ്പട്ടുടുത്ത ചതുർഭുജധാരികളായ മനോഹരമായ രൂപത്തോടുകൂടിയ ഭഗവാന്റെ പാർഷദന്മാരെ അജാമിളൻ
വിളിച്ച ഉടനെ തന്നെ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയാണ്. അടുത്തത് 5-ാമത്തെ ശ്ലോകം. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരുദുർബലാദമി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയൻ. പദമുറിച്ച് പറയാം. അമും ച സംപാശ്യ വികർഷദഃ ഭടാൻ വിമുഞ്ചത ഇതി ആരുരുദുഃ ബലാദ് അമി നിവാരിതാഃ തേ ച ഭവത് ജനൈഃ തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അമും ച സംപാശ്യ വികർഷദഃ. അമും ഇവന്, അജാമിളനെ കയറിട്ട് കെട്ടിവലിക്കുന്ന ഭടന്മാരോട് വിമുഞ്ചത ഇതി വിടു വിടു എന്നിങ്ങനെ അമി അവര് ബലാത് ആരുരുത ബലമായിട്ട് തടഞ്ഞു. തഥാ ഭവജ്ജനൈഹി നിവാരിതാഹ തേ ച ഭവജ്ജനൈഹി നിവാരിതാഹ തേ ച. അപ്പോൾ അങ്ങയുടെ പാർഷദന്മാരാൽ തടയപ്പെട്ടവരായ തേ ച അവരും യമദൂതന്മാരും തദീയ പാപം നിഖിലം അജാമിളൻ ചെയ്ത പാപത്തെ മുഴുവൻ നിവേദയൻ അറിയിച്ചു. ഭഗവാന്റെ പാർഷദന്മാര് പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ട് അജാമിളനെ കയറിട്ട് കെട്ടിവലിക്കുന്ന യമദൂതന്മാരോട് വിടൂ വിടൂ എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് തന്നെ തടഞ്ഞു. അങ്ങനെ തടയപ്പെട്ട യമഭടന്മാര് അജാമിളൻ ചെയ്ത സകല പാപത്തെയും വിഷ്ണു പാർഷദന്മാരെ അറിയിച്ചു. അടുത്തത് 6-ാമത്തെ ശ്ലോകം. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. പദമുറിച്ച് പറയാം. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ അഭി ഭോ ദണ്ഡനം അസ്തി പണ്ഡിതാഃ ന നിഷ്കൃതിഃ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ. ഭോ പണ്ഡിതാഃ, ഹേ പണ്ഡിതന്മാരെ, പാപാനി ഭവന്തു, പാപങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പാപങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിഷ്കൃതേ കൃതേ അഭി പ്രായശ്ചിത്തം ചെയ്യുകയാണെങ്കിൽ കഥം തു ദണ്ഡനമസ്തി എങ്ങനെയാണ് ശിക്ഷ ഉണ്ടാകുന്നത്? ഭവാദൃശാം നിങ്ങളെപ്പോലെ അറിവുള്ള ആളുകൾക്ക് നിഷ്കൃതിഹി വിദിത നകിം പ്രായശ്ചിത്തത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടോ? ഇതി എന്ന് ഗുരുവായൂരപ്പ ത്വത് പുരുഷാഹ അങ്ങയുടെ ദൂതന്മാരെ ബഭാഷ്യരെ പറഞ്ഞു, അവരോട് പറഞ്ഞു. അജാമിളൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് യമദൂതന്മാർ വിശദമായിട്ട് തന്നെ പറഞ്ഞപ്പോൾ വിഷ്ണു പാർഷദന്മാർ അവരോട് ചോദിക്കുകയാണ്, പാപങ്ങൾ ധാരാളം ചെയ്തിരിക്കുന്നു, ശരി തന്നെ, സമ്മതിക്കുന്നു, എന്നാൽ അതിനെ പ്രായശ്ചിത്തവും ചെയ്തു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാണ് ശിക്ഷിക്കുന്നത്? അതോ ഇനി നിങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രായശ്ചിത്തം എന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവും ഇല്ലെന്നാണോ? എന്നിങ്ങനെ ഗുരുവായൂരപ്പ അങ്ങയുടെ ദൂതന്മാർ യമഭടന്മാരോട് പറഞ്ഞു എന്ന് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയുന്നു. അടുത്തത് 7-ാമത്തെ ശ്ലോകം. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നിഗൃന്തതി ദ്വയീമിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. പദമുറിച്ച് പറയാം. ശ്രുതി സ്മൃതിഭ്യാം വിഹിത പ്രദാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നിഗൃന്തതി ദ്വയീമിതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാഹ, ശ്രുതികളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള വ്രതാദയ, വ്രതം ആദയ,
വ്രതം എന്നിവ കൊണ്ട് പ്രായശ്ചിത്ത വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പാപം പുനന്തി, പാപമില്ലാതാകുന്നു. വാസനാം നലുനന്തി, പാപം ചെയ്യാനുള്ള വാസന ഇല്ലാതാകുന്നില്ല. അനന്തസേവാത്തു, ഭഗവത് സേവയാകട്ടെ ദ്വയീം, രണ്ടിനെയും, പാപങ്ങളെയും പാപവാസനകളെയും നികൃന്തതി, നശിപ്പിക്കുന്നു. ഇതി പ്രഭോ, എന്ന് ഗുരുവായൂരപ്പ ത്വത് പുരുഷാഹ, അവിടുത്തെ ദൂതന്മാരെ അങ്ങയോട്, അവിടുത്തെ ദൂതന്മാരെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്ത പാപങ്ങൾ നശിക്കാനും പാപകർമ്മങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാനും ഭഗവാനിലുള്ള ഉറച്ച ഭക്തി തന്നെയാണ് പ്രായശ്ചിത്തമായിട്ടുള്ളത് എന്ന് പറയാണ്. ഇപ്പോൾ വേദങ്ങളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള വ്രതങ്ങൾ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ അവയൊന്നും പാപവാസനയെ ഇല്ലാതാക്കുന്നില്ല. എന്ന് വച്ചാൽ പാപം ആവർത്തിക്കാതിരിക്കുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ ആനയെ കുളിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോഴേക്കും അത് വീണ്ടും മണ്ണുവാരി ദേഹത്തിടും. അപ്പോൾ അതുപോലെയാണ് വ്രതം മുതലായവയെല്ലാം. പാപം പോയാലും പാപം ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതാവുന്നില്ല. ചെയ്ത പാപം തീരാനും പാപങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ഭഗവത് സേവ തന്നെയാണ് ഉത്തമമായ മാർഗമെന്ന് ഇവിടെ പറയുന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകം. അനേന ഭോജന്മ സഹസ്രകോടിഭി കൃതേഷു പാപേഷ്വഭിനിഷ്കൃതിഃ കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. പദമുറിച്ച് പറയാം. അനേന ഭോ ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അഭി നിഷ്കൃതിഃ കൃതാ യത് അഗ്രഹീത് നാമ ഭയാകുലഃ ഹരേഃ ഇതി പ്രഭോ, ഹരേ ഇതി പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ. ഹരേഃ ഇതി, ഹരേരിതി. ഭോഃ അനേന ജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അഭി. ഹേ യമദൂതന്മാരെ, അനേന ഇവനാൽ 1000 കോടി ജന്മങ്ങളിലായിട്ട് ചെയ്തുപോയ പാപങ്ങൾക്കും നിഷ്കൃതി കൃതാഹ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. യത് എങ്ങനെ എന്നാണെങ്കിൽ, അതെങ്ങനെയാണ് എന്നാണെങ്കിൽ, ഭയാകുലഃ ഭയം കൊണ്ട് ആകുലനായിട്ട്, ഹരേഹേ നാമ അഗ്രഹീത് ഹരിനാമകീർത്തനം ചെയ്തു. സാങ്കേത്യം പരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിഭു. ഭാഗവതം. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കെട്ടുവെന്നാകിലും. പൂന്താനം. ഇതി പ്രഭോ ത്വത്പുരുഷാഹ ബഭാഷിരേ എന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ ദൂതന്മാര് പറഞ്ഞു. വിഷ്ണുദൂതന്മാർ പറയുകയാണ്, ഭയാകുലനായിട്ട് ഹരിനാമകീർത്തനം ചെയ്ത ഉടനെ തന്നെ അജാമിളൻ്റെ 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ പാർഷദന്മാർ അവരോട് പറഞ്ഞു. ഇവിടെ ആളുകൾക്ക് അധികരിച്ച ഭയമുണ്ടാകുമ്പോൾ ഹരിനാമകീർത്തനമല്ലാതെ മറ്റ് പോം വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും, അതുപോലെ തന്നെ ഹരിനാമകീർത്തനം സർവപാപത്തെ നശിപ്പിക്കുന്നതാണെന്നും പറയുന്നു. അടുത്തത് 9ാമത്തെ ശ്ലോകം. നൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യൗഘൗഘാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗതാനിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. പദമുറിച്ച് പറയാം. നൃണാം അബുദ്ധ്യ അഭി മുകുന്ദകീർത്തനം ദഹതി അഘൗഘാൻ മഹിമ
അസ്യ താദൃശഃ യഥാ അഗ്നിഃ ഏധാംസി യഥാ ഔഷധം ഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. അബുദ്ധ്യാ അഭി, അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും, മുകുന്ദ കീർത്തനം, ഹരിനാമ കീർത്തനം, ഹരിനാമ സങ്കീർത്തനം, നൃണാം അഘൗഘാൻ, മനുഷ്യന്റെ പാപസമൂഹത്തെ, അഗ്നി ഏധാംസി യഥാ, തീയ് വിറകിൻ കൂട്ടത്തെ എന്ന പോലെ, അതുപോലെ തന്നെ ഔഷധം ഗതാൻ യഥാ തഥാ ദഹതി, ഔഷധം രോഗങ്ങളെ എപ്രകാരമാണോ ദഹിപ്പിക്കുന്നത് അപ്രകാരം ദഹിപ്പിക്കുന്നു. അസ്യ മഹിമ താദൃശഃ, നാമജപത്തിൻ്റെ മഹിമ അത്രത്തോളമുണ്ട്. ഇതി എന്ന് പ്രഭോ, ഗുരുവായൂരപ്പ, തുത് പുരുഷാഹ ബഭാഷിരേ, എന്ന് ഗുരുവായൂരപ്പ അവിടുത്തെ ദൂതന്മാരെ പറഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകം. ഇതീരിതേര്യാമ്യഭടൈരഭാസൃതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ. പദം മുറിച്ച് പറയാം. ഇതി ഈരിതൈഹി യാമ്യഭടൈഹി അഭാസൃതേ ഭവത് ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത് സ്മൃതിം ഭവസ്മൃതിം കഞ്ചന കാലം ആചരൻ ഭവത് പദം ഭവത്പദം പ്രാപി ഭവത് ഭടൈഹി അസൗ ഭവത് ഭടൈരസൗ. ഇതി ഈരിതൈഹി യാമ്യഭടൈഹി അഭാസൃതേ, ഇപ്രകാരം പറയപ്പെട്ട യമദൂതന്മാരെ അഭാസൃതേ തിരിച്ചു പോകുകയും ഭവത് ഭടാനാം ഗണേ തിരോഹിതേച്ച, ഭഗവാന്റെ ഭടന്മാര് മറയുകയും ചെയ്തപ്പോൾ അസൗ കഞ്ചനകാലം ഭവത് സ്മൃതിം ആചരൻ, അജാമിളൻ കഞ്ചനകാലം കുറച്ചു കാലം അങ്ങയുടെ ഓർമ്മയിൽ കഴിച്ചുകൂട്ടിയിട്ട് ഭവത് ഭടൈഹി അങ്ങയുടെ ഭടന്മാരാൽ ഭവത് പദം പ്രാപി ഭഗവാന്റെ പദത്തിൽ എത്തിച്ചു, വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് യമഭടന്മാർ തിരിച്ചു പോവുകയും വിഷ്ണു പാർഷദന്മാർ മറയുകയും ചെയ്തതിന് ശേഷം അജാമിളൻ കുറച്ചു കാലം ഭഗവാനെ ഭജിച്ചിട്ട് വിഷ്ണു പാർഷദന്മാരോടൊപ്പം വൈകുണ്ഠത്തിലെത്തി എന്ന് പറയാണ്. ഇനി 11ാമത്തെ ശ്ലോകം. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. പദം മുറിച്ച് പറയാം. സ്വകിങ്കര ആവേദന ശങ്കിതഃ യമഃ ത്വത് അംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയഭൃത്യാൻ അശിശിക്ഷത് ഉച്ചകൈഃ സ ദേവ വാതാലയനാഥ പാഹി മാം. യമഃ, യമൻ, സ്വകിങ്കര ആവേദന ശങ്കിതഃ, തൻ്റെ ഭടന്മാർ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് ത്വത് അംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി, ഭഗവത് ഭക്തന്മാരുടെ സമീപത്തു പോലും പോകരുത് എന്ന് സ്വകീയ ഭൃത്യാൻ ഉച്ചകൈഹി അശിശിക്ഷത്, സ്വന്തം ഭടന്മാർക്ക് കർശനമായ താക്കീത് കൊടുത്തു. ഹേ വാതാലയനാഥ, ദേവ ഗുരുവായൂരപ്പ, ഭഗവാനെ, സഹ ത്വം, ഇപ്രകാരമുള്ള അവിടുന്ന്, മാം പാഹി, എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ 22ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.